ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ മേക്കപ്പ് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള 5 ഐറ്റംസ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നലത്തെ ഒരു എവറിഡേ മേക്കപ്പ് ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമന്റ് ചെയ്യാൻ ഞാൻ എല്ലാം വായിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വീഡിയോയിൽ എന്തൊക്കെ വേണം എന്നുള്ളതും എല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം അറിയിക്കാൻ ഞാൻ എല്ലാം വായിച്ചിട്ടായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. സോ ഗൈസ്, എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഫേസിൽ എങ്ങനെയാണ് ഇത്രയും ഗ്ലോ വന്നത് അല്ലെങ്കിൽ ബ്രൈറ്റൻഡ് ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സീരിയസ്ലി ബ്രൈറ്റൻഡ് ആയിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത്രയും ലൈറ്റിംഗ് ഉണ്ട്, ഇവിടെ ഇത്രയും ലൈറ്റിംഗ് ഉണ്ട്. അതാണ് ഇതിന്റെ സോൾ റീസൺ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ കുറച്ച് നമ്മുടെ സ്കിന്ന് ക്ലിയർ ആക്കി വെക്കുന്ന കൈൻഡ് ഓഫ് ഒരു ക്യാമറയാണ്. സോ അതൊക്കെ കൊണ്ടാണ് സ്കിൻ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ സ്കിന്ന് നിങ്ങൾ പറഞ്ഞ പോലെ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ എന്താ പറയുക, അതിൻ്റെ എങ്ങനെയാണ് ഇതിങ്ങനെ ആക്കിയത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യണതെന്നുള്ളതൊക്കെ ഞാൻ ഫുൾ വീഡിയോ പോസ്റ്റ് ചെയ്യും. പക്ഷേ എനിക്ക് സ്റ്റിൽ ഇതേണ്ടേ ഇവിടെയൊക്കെ കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് കാണുന്നില്ലേ, ഇത്രയും പാടും കൂടെ പോവാനുണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ പോയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ മാറിയെന്നുള്ള വീഡിയോ ഉറപ്പായിട്ട് വരുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എപ്പോഴും പറയാനുള്ള പോലെ ഒരു കുപ്പി വെച്ചേക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാം. കാരണം വെള്ളം കുടിക്കുന്നതിൻ്റെ അത്ര സ്കിന്നിന് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യം വേറെ ഒന്നുമില്ല. സോ ഞാൻ പറയാം, എൻ്റെ അടുത്ത് ഫൗണ്ടേഷൻ ഷെയ്ഡ് ചോദിക്കുന്നവരുണ്ട്. ഞാൻ എല്ലാ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് എൻ്റെ കോലം നല്ല കോലമായിട്ട് ആയിരിക്കുകയാണ്. സോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ ഈ ഒരു 3-in-1 ഓൾ ഡേ ഹൈഡ്ര ഫൗണ്ടേഷൻ ആണ്. മാറ്റ് ഫൗണ്ടേഷൻ ആണിത്. ഇത് ഭയങ്കര എന്ന് വെച്ചാൽ ഇത് ഭയങ്കര കിടിലൊരു സാധനമാണ് കേട്ടോ. ലൈക്ക് ഇത് ഒരു പൊടിക്ക് മതി. ഞാനൊരു ഇത്ര ക്വാണ്ടിറ്റി ഒക്കെ എടുക്കത്തുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര തിക്കായിട്ട്, നിങ്ങൾക്ക് ഇപ്പോൾ തിക്കായിട്ട് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് സാധനമാണ്. ജസ്റ്റ് നമ്മുടെ പാടിൻ്റെ അവിടെയൊക്കെ ഒന്ന് തേക്കുക. ലൈറ്റായിട്ട് തന്നെ നല്ല പോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് വളരെ തിൻ ലെയറിൽ നമ്മുടെ സ്കിന്ന്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാടുണ്ടായിരുന്നു, അതൊക്കെ കവറായില്ലേ. ഇത് വളരെ ലൈറ്റ് ലെയർ മതി, നല്ല സിമ്പിളായിട്ട് കയറാം. അപ്പം ഒരു മേക്കപ്പ് ലുക്കിൽ അല്ലെങ്കിൽ എനിക്ക് വേണ്ട മേക്കപ്പിൽ മസ്റ്റ് ഹാവ് 5 ഐറ്റംസ് ആണ്. അതിൽ ഫസ്റ്റ് ഐറ്റം ആണ് ഈ ഒരു ഫേസസ് കാനഡയുടെ 3-in-1 ഓൾ ഡേ ഹൈഡ്ര ഫൗണ്ടേഷൻ, മാറ്റ് ഫൗണ്ടേഷൻ. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് SPF 30 ഉണ്ട്. ആൻഡ് ഇതിൽ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ആൻഡ് ഫൗണ്ടേഷൻ ആണ് വരുന്നത്. അതാണ് 3-in-1 എന്ന് പറയുന്നത്. പിന്നെ അലോവേറ, വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 042 വോം സാൻഡ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ആഡ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ ഈ ഫൗണ്ടേഷൻ ഒക്കെ ഇടുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് നല്ല ഈ ഒരു ഫൗണ്ടേഷൻ ഇടുമ്പോൾ നല്ല ഗ്ലോ ആയിട്ടിരിക്കും. അപ്പോൾ എനിക്കിഷ്ടം പിന്നെ നമ്മളൊരു പൗഡർ ബ്ലഷ് ഇട്ടാൽ അത് മാറ്റ് ആയി പോകും. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു നെക്സ്റ്റ് മസ്റ്റ് ഹാവ് ആണ്. കാരണം എനിക്ക് ഇപ്പോൾ വീഡിയോസിന് ഏറ്റവും രസമായിട്ടുള്ളത് ഇങ്ങനെ ഫേസ് ഒക്കെ ഇങ്ങനെ ഗ്ലോയി ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു എർത്ത് റിതമിന്റെ ലിപ് ചീക്ക് ടിന്റ്. ഇതാകുമ്പോൾ നമുക്ക് ഒരേ സമയം ലിപ്പിലും ഇടാം. ഇത് കാണുമ്പോൾ ഭയങ്കര പിഗ്മെന്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ ഭയങ്കര സ്ലൈറ്റ്ലി പിഗ്മെന്റഡ് ആണ്. ഈ ഒരു ഗ്ലോസി ഒക്കെ എഫക്റ്റ് ഒക്കെ പോവും. അതേപോലെ തന്നെ നമുക്ക് ഇത് ചീക്കിലിടുവാണെങ്കിൽ കേട്ടോ, ഭയങ്കര പിഗ്മെന്റഡ് ബ്ലഷ് അല്ല, അതേസമയം പക്ഷെ ഒരു ഗ്ലോസി ബ്ലഷ് ഫീലിംഗ് നമുക്ക് കിട്ടും. കാണുന്നുണ്ടോ അല്ലേ? കണ്ട, ഇതൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ആ ഒരു മറ്റേ ഫുൾ മേക്കപ്പ് ലുക്കിലെ ബ്രൈഡൽ മേക്കപ്പ് ലുക്കിലൊക്കെ ഒരു ഗ്ലോ സംഭവം വരത്തില്ലേ, ആ സാധനം ഇതിൽ കിട്ടും. ഇത് കിട്ടിലും പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഗൈസ്. ഞാൻ കണ്ണിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ലൈറ്റായിട്ടൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. ചുണ്ടും നമുക്കിപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നൊരു ടിഷ്യൂ പേപ്പർ എടുത്തൊന്നും നമ്മളിങ്ങനെ ആക്കുവാണെങ്കിൽ അത് ഈവൻ ആയിക്കോളും. അപ്പം കണ്ടില്ലേ, ഇപ്പൊ തന്നെ നല്ല രസമായി. ഈവൻ 2 പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് ലുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. ഞാൻ പിന്നെ മസ്കാര ഇട്ടിട്ടുണ്ട്. മസ്കാര ഏതാണെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കണ്ടിട്ട് വരാം. ആൻഡ് നമുക്ക് ഹെയറിനായിട്ട് അങ്ങനെ ഫേസ് കണ്ടില്ലേ, ഒരൊറ്റ പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് ലിപ്പും ചീക്കും ഒക്കെ സെറ്റായി. ആൻഡ് ഹെയർ എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ട്. ആൻഡ് പിന്നെ ഇപ്പം എന്താ അറിയില്ല, വെതറിൻ്റെ ആണോ അറിയില്ല, ഹെയർ ഭയങ്കര ഫ്രിസിയാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും വേണ്ട ഒരു സംഭവമാണ് ഈ സ്ക്വാഷ് കോഫ്
സ്കോഫിൻ്റെ ഈ ഒരു ഓസിസ് എന്ന് പറയുന്ന ഒരു ഹെയർ സീറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻറ്റി ഫ്രിസ് ഷൈൻ സീറം ആണ്. പിന്നെ മാജിക് എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, ഇത് വളരെ ലൈറ്റാണ് കേട്ടോ. ഞാനിത് ഉപയോഗിച്ച് ഓൾമോസ്റ്റ് തീരാറായി. കണ്ടോ, ഇതങ്ങ് എടുക്കും, ആക്ടിവേറ്റ് ചെയ്യും. സ്കാൽപ്പിലല്ല, ഹെയറിൽ നല്ലൊരു സ്മെല്ലുമാണ് ഇതിന്. ഓക്കെ, സോ നെക്സ്റ്റ് ഞാൻ നിങ്ങളൊരു ലിപ്സ്റ്റിക്കും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാനിപ്പോൾ റീസെൻ്റ്ലി മേടിച്ച ഒരു ലിപ്സ്റ്റിക്കാണ്, അതും ഫേസസ് കാനഡയുടെ ആണ്. ഇത് കോംഫി മാറ്റ് ക്രീം ലിപ്സ്റ്റിക്കാണ്. ഇതിൽ ഹൈലറോണിക് ആസിഡും കോക്കോ ബട്ടറും ഒക്കെ ചേർന്നിട്ടുള്ള ഷെയ്ഡ്. നമുക്ക് ഇതൊന്നും അല്ലല്ലോ, ഷെയ്ഡാണല്ലോ നമുക്ക് പ്രധാനം. ഇത് ഗോ ഫോർ ഇറ്റ് 02. അപ്പോൾ ഞാൻ നിങ്ങളെ ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. കണ്ടോ, ഇത് ലീവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു നാച്ചുറൽ ഒരു സ്റ്റെയിൻ കിടക്കുന്നുണ്ടോ? അതാണ് ആ ഒരു എർത്ത് റിതമിൻ്റെ ഈ ഒരു ഇതിൻ്റെ ഗുണം. ഓക്കെ, ഇതാണ് ലിപ്സ്റ്റിക്ക്. ഓ, ഇത് ഭയങ്കര റെഡാണ് കേട്ടോ. ലൈറ്റായിട്ടിടാം. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള നല്ല റെഡ് ലിപ്സ്റ്റിക്ക്. എനിക്ക് തോന്നുന്നു ചേരുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല ചേരുന്നുണ്ട്. ഓക്കെ, കണ്ടോ ഗൈസ്, നല്ല രസമുണ്ട്. അപ്പോൾ ഇതിൽ ഷെയ്ഡ് 02 ഗോ ഫോർ ഇറ്റ് എന്ന ഷെയ്ഡാണ്. ഇത് ഞാൻ ശരിക്കും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാതിരിക്കാറുണ്ട്. ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇന്നലെ ചെയ്ത പോലത്തെ ഹാക്ക് ചെയ്യുവാണെങ്കിൽ ഇതും നല്ല രസമായിരിക്കും. ഇതിൽ വേറൊരു ഷെയ്ഡ് നമുക്ക് കിട്ടും. നമുക്കങ്ങനെ പുതിയ പുതിയ ഷെയ്ഡുകൾ ആ മാർസിൻ്റെ മാറ്റ് മൂസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എനിക്ക് ചൂടായതുകൊണ്ടില്ലേ മുടി ഇങ്ങനെ ഇളക്കിയെടുത്ത് പറ്റത്തില്ല. എനിക്ക് ഫ്രീ ഹെയർ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല. ഞാൻ എപ്പോഴും ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഗൈസ്. തള്ളയായി, എന്നിട്ട് പിള്ളേർ കളി മാറിയിട്ടില്ല. ഓക്കെ, സോ 5th ഐറ്റം എന്ന് പറയുന്നത് മേക്കപ്പ് ഇട്ടാൽ മാത്രം പോരല്ലോ, മേക്കപ്പ് റിമൂവ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വാങ്ങിയതാണ് ഗാർണിയറിൻ്റെ ഈ ഒരു മൈസലർ വാട്ടർ. ഞാൻ ഗാർണിയറിൻ്റെ മൈസലർ വാട്ടർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ എൻ്റെ മൈസലർ വാട്ടർ തീർന്നിട്ട് ഞാൻ ആമസോണിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഒരു പുതിയ സാധനം ഞാൻ കണ്ടു. അതായത് വാട്ടർ ഇൻ ഓയിൽ, ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞിട്ട് വാട്ടർ പ്രൂഫ് മേക്കപ്പ് ചെയ്യും, നറിഷ് ചെയ്യും, ക്ലെൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു റെസ്യൂജി പോലും ബാക്കി വെക്കാത്ത ഒരു കിടിലൻ സാധനമാണിത്. ഇതിൽ കണ്ട എണ്ണ കിടക്കുന്നത് കണ്ടോ, പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ എണ്ണ വരത്തില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഗാർണിയറിൻ്റെ വാട്ടർ ഇൻ ഓയിൽ ഓൾ ഇൻ വൺ മൈസലർ വാട്ടർ ഒന്നും ഞാൻ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് കാണിക്കാം. ഫുള്ളിപ്പോൾ മേക്കപ്പ് ഇട്ടേക്കല്ലേ, ഇത്രയും ഉള്ളതുകൊണ്ട് ഞാൻ ഈ സാധനത്തിൽ പിശുക്ക് കാണിക്കാറില്ല. കണ്ടോ, ഭയങ്കര കിടിലൻ സാധനമാണ് കേട്ടോ. ഇതൊരു ഒറ്റ സാധനം മതി, നമുക്ക് ക്ലെൻസിങ് ഓയിലോ ഒന്നും വേണ്ട. ഇതങ്ങോട്ട് ചെയ്യുക, നല്ലതായിട്ട് ഫേസ് വാഷ് ചെയ്യുക, കിടന്നുറങ്ങുക. കാണിച്ചു തരാവേ. കണ്ടോ, ക്ലീൻ ആവുന്നുണ്ടോ? ഞാൻ ഇട്ട എല്ലാ പ്രോഡക്റ്റും നല്ല സൂപ്പറായിട്ട് ഈ സൈഡിലാണ് ഞാൻ ഏറ്റവും ഇട്ടത്. കാരണം ഇവിടെയാണ് എനിക്ക് പാട് കൂടുതലുള്ളത്. എനിക്ക് ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ച് പാടും കൂടെ ഉള്ളൂ ഇനി. കണ്ടോ, ഈ ഒരു ഇതിൻ്റെ അവസ്ഥ ഉണ്ടോ? അത്രയ്ക്ക് കിടിലനോ. ജസ്റ്റ് കാണിച്ചു തരാം. ഒരു പ്രോഡക്റ്റ് വാങ്ങിയതിന് ശേഷം എൻ്റെ ക്ലെൻസിങ് ഓയിലൊക്കെ വെറുതെ അലമാരയിനകത്ത് ഇരിക്കുക, അത്രയ്ക്ക് പണിയില്ലാതിരിക്കുക. കാരണം അത്ര കിടില സാധനമാണ്. പിന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു തരേണ്ട ഏറ്റവും മസ്റ്റ് ഹാവ് ആയിട്ട് നമ്മൾ കയ്യിൽ കരുതേണ്ട ഒരു സാധനമാണ് ടിഷ്യൂ പേപ്പർ. സോ ഗൈസ്, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോസ്. എൻ്റെ ഇഷ്ടപ്പെട്ട 5 എൻ്റെ മസ്റ്റ് ഹാവ് മേക്കപ്പ് ഐറ്റംസ്. ഈ ഒരു 5 സാധനം മാത്രം മതി എനിക്ക് ലിറ്ററലി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അടുത്ത എന്ത് വീഡിയോ വേണം എന്നുള്ള കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ. സോ ഇനിയും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.